കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കാരാട് സുലൈമാനാണ്. വലിയ ജനപങ്കാളിത്തമാണ് ഈ ഒരു ഉച്ചകോടിയിൽ കാണാൻ കഴിയുന്നത്. ഇനിയും കേരളത്തിലെ വ്യവസായ രംഗം വലിയ തോതിൽ കുതിക്കും എന്ന് തന്നെയല്ല ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. യാതൊരു സംശയവുമില്ല. അതായത് ഇപ്പം ഇന്നിവിടെ കൂടി CMൻ്റെ രാജ്യ മിനിസ്റ്ററുടെ MA യൂസഫ് അലിയുടെ എല്ലാ സ്പീച്ചിൽ നമുക്ക് മനസ്സിലാകും ഇത്രത്തോളം കോടികളാണ് കേരളത്തിൽ വരാൻ പോകുന്ന കോടികൾ. കരുണാദാനി മുതൽ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഒരു ഇൻവെസ്റ്റ് ഇൻ കേരള, അതാണ് നമുക്കും റിയൽ എസ്റ്റേറ്റിലായ ഞങ്ങൾക്കും പറയാനുള്ളത്. കേരളത്തിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവരെല്ലാം അതിനെക്കുറിച്ചിട്ട് വളരെ നന്നായുള്ളൊരു സ്പീച്ചായിരുന്നു എന്നെല്ലാവരും ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ലാൻഡുകൾ ഇഷ്ടം പോലെ നമ്മൾ ഇല്ല എന്ന് പറയും. തമിഴ്നാടാണ്, കർണാടകയാണ് കൂടുതൽ. കേരളത്തിലും ലാൻഡുകളുണ്ട്. 100 ഏക്കർ 200 ഏക്കർ 50 ഏക്കറൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ അതിലൊക്കെ ഇൻഡസ്ട്രിയിലും പല രീതിയിലുള്ള ബിസിനസ്സുകൾ കൊണ്ടുവരാൻ പറ്റിയ ഒരു മേഖല. ടൂറിസത്തിനും എല്ലാത്തിനും നല്ല ഒരു അന്തരീക്ഷം, വായു ആയാലും വെള്ളമായാലും എല്ലാം നല്ലൊരു അന്തരീക്ഷം. എല്ലാം ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരളം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഇൻവെസ്റ്റ് ഇൻ കേരള എന്നാണ്. ഈ ഉച്ചകോടിയോടുകൂടി ആ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയൊരു കുതിപ്പുണ്ടാവും തന്നെ താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും വലിയൊരു കുതിപ്പ് ഈ ഒരു കേരള ഇൻവെസ്റ്റ് ഒരു സബ്മിറ്റിനെ കൊണ്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതിലുപരി ലോകത്തിലുള്ള എല്ലാതരം ബിസിനസ്സുകാരെയും കേരള ഗവൺമെൻറ് ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊടുന്ന്, അതൊരു 21, 22 ഉള്ള 2 ഡേറ്റിൽ തമ്മിലുള്ള ആ ഒരു ബന്ധം പിന്നെ ഊട്ടിയുറപ്പിച്ച് അതിനെ വലിയൊരു ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു വേദിയാണ് ഫെബ്രുവരി 21, 22. ഇത് മറക്കാൻ പറ്റില്ല. കാരണം ഒട്ടനവധി പുതിയ ബന്ധങ്ങളെ നമ്മൾക്ക് പിന്നെ കിട്ടുന്ന ഒരു വേദിയാണിത്. അതെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരുടെ മുഖത്തും തമ്മിൽ ആ പരിചയപ്പെടലും എല്ലാം പിന്നെ അതൊരു വലിയ കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ 6 മാസം 1 കൊല്ലം കൊണ്ട് ഇത്രയും ആൾക്കാരെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. ഗവൺമെൻറ് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഇൻവെസ്റ്റ് ഇൻ കേരള എന്ന ഈ സബ്മിറ്റ്. മുൻപൊക്കെ ആണെങ്കിൽ കേരളത്തിൽ നിക്ഷേപിക്കാൻ അയ്യോ ഞാനില്ലേ എന്നുള്ളൊരു രീതിയായിരുന്നു. എന്നാലിപ്പം കേരളത്തിൽ നിക്ഷേപിക്കാനാണെങ്കിൽ ഞാനുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യത്ത് തന്നെ അങ്ങനെയുള്ളൊരു വലിയ മാറ്റം സംഭവിച്ചു. ആ മാറ്റത്തെ പതിറ്റാണ്ടുകളായി ബിസിനസ് രംഗത്തുള്ള താങ്കൾ എങ്ങനെ കാണുന്നു? ഈ പുതിയ യങ്സ്റ്റേഴ്സ്, നല്ല ചെറുപ്പക്കാരായ പണക്കാരുടെ മക്കൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോണുകളിൽ വരുന്ന ഫോണുകളൊക്കെ ചെറുപ്പക്കാരായ കുട്ടികളാണ്. അവരാണ് ഇപ്പോൾ കേരളത്തിനെ പിന്നെ ടൂറിസം മേഖലയിലും എല്ലാ മേഖലയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യത്തെ ജനറേഷൻ, സെക്കൻഡ്, തേർഡ് ജനറേഷനായ കുട്ടികൾ വരെ ഇവിടെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും താല്പര്യത്തിലാണ്. അത് കേരളം കുതിച്ചുയരും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തോടുകൂടി താങ്കളുടെ ഒരു മുഖത്ത് തന്നെ വലിയ തോതിൽ നല്ലൊരു തിളക്കം കാണാൻ കഴിയുന്നുണ്ട്. അപ്പം താങ്കളുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ പോസിറ്റീവായിട്ട് എന്തൊക്കെയോ ഈ ഉച്ചകോടിയിലൂടെ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഞാൻ ഒരാളെ കാണാൻ പോകണമെങ്കിൽ ദുബായിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കോ പോകണമെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസമൊക്കെ എടുക്കും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരാളെ കാണാൻ 1 ഡേ എടുക്കും. നമ്മളെല്ലാവരും ഒരൊറ്റ കുടക്കീഴിൽ കണ്ട് പരിചയപ്പെട്ട് അവരുടെ റിക്വയർമെൻറ്റ് നമുക്ക് അങ്ങോട്ടുള്ള സംഗതികളൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നും നാളെയും. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എല്ലാ ബിസിനസ്സുകാരും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ, ബിൽഡേഴ്സൊക്കെ ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. താങ്ക് യു വൺസ് അഗൈൻ. ഗവൺമെൻറ്റിനാണ് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്. താങ്ക് യു. താങ്കളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് കൂടുതൽ കുതിപ്പുകൾ ഉണ്ടാവാൻ ഇടയാക്കട്ടെ. താങ്ക് യു.